കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റയൽ മാഡ്രിഡിന്റെ ഈ സീസണിലെ കിരീടമോഹം ഇന്നലെ റയൽ ബെറ്റിസിൽ പെയ്ത മഴയിൽ ഒലിച്ചു പോയോ എന്നൊരു സംശയം. കാരണം അമ്മാതിരി ശോക കളിയായിരുന്നു. ഈ സീസണിൽ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു മോശപ്പെട്ട ഒരു മത്സരം. 2-1 എന്ന സ്കോർ ലൈനായിരുന്നു റയൽ മാഡ്രിഡിന്റെ തോൽവി. ഇതിപ്പോ ആരെ എടുത്തു പറയും, ഈ പഴി ആരെമേൽ ചാർത്തും? എല്ലാ പ്ലേയേഴ്സും ഒരുപോലെ ഇന്നലത്തെ തോൽവി അർഹിച്ചിരുന്നു. അർഹിച്ച ജയമാണ് റയൽ ബെറ്റിസ് പ്ലേയേഴ്സിന് വന്നത്. കാരണം അവരായിരുന്നു ഇന്നലത്തെ കളിയിൽ മികച്ചിരുന്നത്. മാൻ മാർക്കിങ്ങിലും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും ഡിഫൻസിലും ഒരുപോലെ മികച്ചിരുന്നു. അവർ ഒരുപോലെ മികച്ച പെർഫോമൻസിലൂടെ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്ത് മോശപ്പെട്ട മാച്ചായിരുന്നു. റയൽ മാഡ്രിഡിന്റെ ഒരു സപ്പോർട്ടർ ആഗ്രഹിച്ച മാച്ചല്ല ഇന്നലെ കാണാൻ സാധിച്ചിരുന്നത്. ഈ 2-3 കളികൾക്ക് മുമ്പ് കണ്ട റയൽ മാഡ്രിഡല്ല ഇന്നലത്തെ കളിയിൽ കണ്ടത്. അവരുടെ പേര് കേട്ട് അറ്റാക്കേഴ്സിനൊന്ന് നേരാവണ്ണം റയൽ ബെറ്റിസിന്റെ പെനാൽറ്റി ബോക്സ് കാല് കുത്താൻ പോലും അവരുടെ എതിർ ടീമിലെ പ്ലേയേഴ്സ് സമ്മതിച്ചിരുന്നില്ല. അതിൽ തന്നെ വിനീഷ്യസിന് ആ കൂടി ഒരു ഷോട്ട് മാത്രമേ അടിക്കാൻ സാധിച്ചുള്ളൂ. 5 പ്രാവശ്യമേ എതിർ ബോക്സിൽ കാല് കുത്താനേ സാധിച്ചിരുന്നുള്ളൂ. അത് എംബാപ്പയ്ക്കോ ഒരു പ്രാവശ്യമേ എതിർ ബോക്സിൽ ടച്ച് ചെയ്യുവാനേ സാധിച്ചിരുന്നുള്ളൂ. ആ ഫസ്റ്റത്തെ ആ ഗോളിന്റെ ആ ബിൽഡപ്പ് ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും ഒരു മൊമെന്റവും ഇന്നലത്തെ കളിയിൽ കാണുവാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ റോഡ്രിഗോയ്ക്ക് ഒരു ഷോട്ട് മാത്രമേ അടിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. 5 പ്രാവശ്യം മാത്രമേ എതിർ ബോക്സിൽ കാൽ കുത്തുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ പേര് കേട്ട അറ്റാക്കേഴ്സിന്റെ ആ നിറം മങ്ങിപ്പോയ ഒരു പ്രകടനമായിരുന്നു ഇന്നലെ മൊത്തത്തിൽ. എടുത്തു പറയേണ്ടത് ആ ഇസ്കോയുടെ പ്രകടനം. തന്റെ പഴയ ക്ലബിനെതിരെ ഇങ്ങനെയൊന്നും കാണിക്കില്ലേ എന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം അമ്മാര് എന്ത് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ആന്റണിയുടെ പുകമറവിൽ ആന്റണിയുടെ മുൻനിർത്തി ഇസ്കോയാണ് അഴിഞ്ഞാടിയത്. കളിയിൽ നോക്കുകയാണെങ്കിൽ 10ാമത്തെ മിനിറ്റിൽ ബ്രഹാം ഡിയാസിന്റെ വക ഗോളിലൂടെ റയൽ മാഡ്രിഡാണ് മുന്നിലെത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ റയൽ മാഡ്രിഡ് ഇന്നലത്തെ കളിയിലോ കാണാൻ സാധിച്ചിരുന്നില്ല. ആ എംബാപ്പയെ കണ്ടു തന്നെ ആ ഒരു നിമിഷത്തിലാണ്. എംബാപ്പയുടെ ആ ഒരു പ്രകടനത്തിൽ അദ്ദേഹം ഒരു പാസ് ഫെർണാൻഡോയ്ക്ക് നൽകുകയും ഫെർണാൻഡോ ഒരു ക്രോസിലൂടെ ബ്രഹാം ഡിയാസ് ആണ് റയൽ മാഡ്രിഡിനെ മുന്നിലെത്തിക്കുന്നത്. എന്നാൽ അതിനുശേഷം റയൽ ബെറ്റിസ് ആണ് കളിച്ചത്. 33ാമത്തെ മിനിറ്റിൽ ഒരു കോർണറിലൂടെയാണ് റയൽ ബെറ്റിസ് സമനില ഗോൾ നേടുന്നത്. ഇസ്കോയുടെ കോർണറിലൂടെ കർഡോസയാണ് ഒരു ഗോൾ നേടുന്നത്. ആ കോർണറുടെ ആ ടൈറ്റിന്റെ ഇടയിലും അദ്ദേഹം ഒരു ഫ്രീ ഹെഡറിലൂടെയാണ് ഗോൾ നേടുന്നത്. അവിടെ തന്നെ റയൽ മാഡ്രിഡ് ഡിഫൻസ് എവിടെയെന്നൊരു ചോദ്യം വരും. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് അസൻസിനെ റൂഡിഗറിന്റെ പാർട്ണറായിട്ട് ഇറക്കിയില്ല? കഴിഞ്ഞ 2-3 കളികളിൽ അസൻസി റൂഡിഗർ മികച്ചൊരു പാർട്ണർഷിപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള മത്സരം മുൻനിർത്തിയായിരിക്കാം അസൻസിക്ക് റെസ്റ്റ് നൽകിയതായിരിക്കാം. പക്ഷെ എന്തായാലും അതൊരു പാളിപ്പോയൊരു തീരുമാനം തന്നെയായിരുന്നു. 2ാമത്തെ ഗോൾ വരുന്നത് അത് ഇസ്കോ പെനാൽറ്റിയുടെയാണ് റയൽ ബെറ്റിസിനെ 2-1 എന്ന സ്കോറിനെ മുന്നിലെത്തിക്കുന്നത്. 53ാമത്തെ മിനിറ്റിൽ റോഡ്രിഗസിനെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി വിധിക്കുകയായിരുന്നു. അതൊരു മികച്ചൊരു ഫിനിഷിലൂടെ ഇസ്കോയാണ് സ്കോർ ചെയ്യുന്നത്. അങ്ങനെ പാളിപ്പോയ ഡിഫൻസും ഇന്നലത്തെ കളിയിലെ റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് ഇല്ലായിരുന്നു. എനിക്ക് ഇന്നലത്തെ വാൽവേർഡെയുടെ അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാമിന്റെ സിബല്ലസിന്റെ മിസ് ഇന്നലത്തെ കളിയിൽ ഒരുപാട് കാണാനുണ്ടായിരുന്നു. കാരണം മിഡ്ഫീൽഡ് ഇന്നലെ മിഡ്ഫീൽഡേ ഇല്ലായിരുന്നു. കാരണം അറ്റാക്കേഴ്സിന് ബോൾ വന്നത് ഡിഫൻസിൽ നിന്ന് ലോങ് ബാളുകൾ മാത്രമേ ഇന്നലെ വന്നിരുന്നുള്ളൂ. കളിയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 9 ഷോട്ടുകൾ മാത്രമേ റയൽ മാഡ്രിഡ് ഇന്നലെ അടിച്ചിരുന്നുള്ളൂ. അതിൽ 2 എണ്ണം മാത്രമേ ഓൺ ടാർഗറ്റുകൾ. ഫസ്റ്റ് ഹാഫിൽ 3 ഷോട്ടുകൾ, അതിൽ ഒരു ഓൺ ടാർഗറ്റ്. അങ്ങനെ അറ്റാക്കേഴ്സ് നിറം മങ്ങിപ്പോയ ഒരു പ്രകടനമായിരുന്നു ഇന്നലത്തെ മാച്ചിൽ കാണുവാൻ സാധിച്ചിരുന്നത്. അങ്ങനെ 26 കളിയിൽ നിന്ന് 53 പോയിന്റുമായി ഇപ്പോൾ റയൽ മാഡ്രിഡ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ബാർസലോണ വിജയിക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിനെതിരെ 3 പോയിന്റ് ലീഡോടെ മികച്ചൊരു ലീഡോടെ 57 പോയിന്റുമായി അവർക്ക് 1ാം സ്ഥാനത്ത് വരാനുള്ള ഒരു മികച്ചൊരു മത്സരമാണ് ഇന്ന് ബാർസലോണയ്ക്ക് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഈ സീസണിൽ തന്നെ ഒരു ശോകം, ഒരു പാത്തറ്റിക് പെർഫോമൻസ് ആണ് ഇന്നലത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് കാഴ്ചവെച്ചത്. മറ്റൊരു കളി നോക്കുകയാണെങ്കിൽ അത്ലറ്റിക് ക്ലബിനെതിരെ 1 സ്കോറിന്റെ വിജയത്തിൽ അവർ 56 പോയിന്റുമായി 1ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് സൂപ്പർ സബ്ബായി ഇറങ്ങിയ അൽവാരസിന്റെ ഗോളിന്റെ മികവിലാണെന്ന് അത്ലറ്റികോ മാഡ്രിഡിന്റെ വിജയം. 66ാമത്തെ മിനിറ്റിലായിരുന്നു അൽവാരസിന്റെ വക അത്ലറ്റികോ മാഡ്രിഡിന് വേണ്ടി ഗോൾ നേടുന്നത്. അദ്ദേഹം 58ാമത്തെ മിനിറ്റിൽ സ്ലോർത്തിനെ പിന്മാറ്റി സബ്ബായിട്ടാണ് ഇറങ്ങിയിരുന്നത്. അതുപോലെ തന്നെ 59ാമത്തെ മിനിറ്റിൽ സിമയോനെ മാറ്റി ലൊറന്റിയെ സബ്ബായിട്ട് ഇറങ്ങിയിരുന്നു. ഇരുവരുടെയും മികച്ചൊരു കൂട്ടുകെട്ടിലായിരുന്നു ആ ഗോൾ വരുന്നതും അത്ലറ്റികോ മാഡ്രിഡിന്റെ വിജയവും. കളി നോക്കുകയാണെങ്കിൽ ഒരു ഇഞ്ചോട് ഇഞ്ച് മികച്ചൊരു പോരാട്ടം തന്നെയായിരുന്നു അത്ലറ്റിക് ക്ലബ്ബ് നടത്തിയിരുന്നത്. കാരണം 2-3 ഷോട്ടുകൾ വുഡ്വർക്ക് തട്ടി തിരിച്ചു പോകുന്നത് കാണുവാൻ സാധിച്ചിരുന്നു. അങ്ങനെ എന്തായാലും ഒരു കളി വിജയിച്ച് അത്ലറ്റികോ മാഡ്രിഡ് 56 പോയിന്റുമായി ഇപ്പം
ലലിഗ ടേബിളിൽ മുന്നിട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത മത്സരം റയൽ മാഡ്രിഡുമായിട്ട് UCL റൗണ്ട് ഓഫ് 16 ഇരുവരും ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്നാലും ഇന്നലത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ആരാധകർക്ക് എന്തായാലും ഒരു ടെൻഷൻ വന്നു തുടങ്ങി കാണും. കാരണം ഒരു ശോക കളിയാണ് ഇന്നലെ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇനി അടുത്ത് അവർക്ക് ഏറ്റുമുട്ടാൻ പോകേണ്ടത് അത്ലറ്റിക്കോ മാഡ്രിഡുമായാണ്. ശക്തരായ ഡിഫൻസ് ഉള്ള അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ് ഇനി അവരുടെ അടുത്ത മത്സരം. അപ്പോൾ അതെന്തായാലും സൂപ്പർബ് മത്സരമായിരിക്കും. ഇന്ന് മറ്റൊരു മത്സരം നടപ്പുണ്ട്, ബാർസലോണ റയൽ സൊസിഡാഡ് മത്സരം. അതിൽ ബാർസലോണ വിജയിക്കുകയാണെങ്കിൽ വ്യക്തമായ ലൂഡോടെ അവർക്ക് 57 പോയിന്റുമായി ലീഗ് ടേബിളിൽ മുന്നിട്ട് വരാനുള്ള മികച്ചൊരു അവസരമാണ്. അപ്പം ആ ഒരു അവസരം അവർ മുതലാക്കും എന്ന് തന്നെയാണ് ബാർസ ആരാധകരുടെ ഒരു പ്രതീക്ഷയും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും